ഹരേ കൃഷ്ണ, രാധേശ രാധേശ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരിയോ ഹരിയോ. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചപൂജ നടയടച്ച് തുറന്ന് പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമുക്ക് എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും എവിടെ ഇരുന്നായാലും എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ആ പൊന്നു സന്നിധിയിലേക്ക്, ആ ഗുരുഭവനപുരിയിലേക്ക്, ആ ശ്രീലകത്തേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എൻ്റെ ശബ്ദത്തോടൊപ്പം നമുക്ക് ഭഗവാനെ കാണാൻ പോവാട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഭഗവാനെ കാണാനായിട്ട്, ശ്രീലകത്ത് പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് കാണാനായിട്ട് നമ്മളെല്ലാവരും കൊടിമരത്തിൻ്റെ കീഴേ കൂടെ അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഇങ്ങനെ പോവാണല്ലേ. അവിടെ എത്തുമ്പോഴേക്കും നമുക്കിങ്ങനെ ഭഗവാനെ ഇങ്ങനെ കാണാനായിട്ട് കാത്തു നിൽക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ചന്ദനത്തിരിയുടെയും നല്ല മനോഹരമായ തുളസിയുടെയും താമര ഇതളുകളുടെയും ഒക്കെ ഗന്ധം, കർപ്പൂരത്തിൻ്റെയും സാമ്പ്രാണിയുടെയും ഒക്കെ ഗന്ധം നമ്മളെ ആകെ ഇങ്ങനെ നമ്മളെ തലോടിക്കൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ കാത്തു നിൽക്കുന്ന പോലെ എങ്ങനെയാണെന്ന് നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അതാ ആ ശ്രീലകത്ത് ആ നെയ്വിളക്കിൻ്റെയൊക്കെ ശോഭയിൽ ഇങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണണ്ടേ എന്ന് നമുക്ക് ആ പൊന്നുണ്ണിയെ കാണാനാണ് നമ്മളിന്ന് ശ്രീലകത്തേക്ക് പോകുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്ന് നമ്മൾ എങ്ങനെയാണ് പൊന്നുണ്ണിയെ കാണുന്നത്? അതാ ദാമോദര മാസത്തിൽ പൊന്നുണ്ണി അതാ എങ്ങനെയാ വന്നിക്കുന്നത്? സശാൽ ശംഖുചക്രഗദാ പത്മധാരിയായിട്ടുള്ള സശാൽ നാരായണനായിട്ട്, സശാൽ മഹാവിഷ്ണുവായിട്ട് ആ പൊന്നുണ്ണി ഇന്ന് ശ്രീലകത്ത് ഇന്ന് അങ്ങനെയാണ് ആ വിശ്വരൂപത്തെയാണ് നമ്മളിന്ന് കാണുന്നത് അല്ലേ. ആ പ്രപഞ്ച സൃഷ്ടാവായ, ആ പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കുന്ന ആ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനെ നമ്മളിന്ന് ശ്രീലകത്ത് കാണാനല്ലേ. എല്ലാവരും ഇങ്ങനെ കണ്ണനെ നോക്കുക, ആ ശ്രീലകത്തേക്ക് നോക്കുക, അവിടെ തിളങ്ങി നിൽക്കുന്ന ആ നെയ്ത്തിരി വിളക്കുകളൊക്കെ ഒന്ന് നോക്കുക. അതിമനോഹരമായ ഭാവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ കണ്ണിലെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ കണ്ണിലെ ഭാവം ഒന്ന് കാണാൻ എല്ലാവരും കേട്ടോ. ആ പുഞ്ചിരി ഒന്ന് കാണാം. അങ്ങനെ അതിമനോഹരമായ സ്വർണത്തിൻ്റെ തിളക്കത്തിലിങ്ങനെ വലിയൊരു നല്ല ഭംഗിയുള്ള കിരീടമൊക്കെ വെച്ചിട്ടില്ലേ, മയിൽപ്പീലിയൊക്കെയുള്ള ആ നെറുകിലിങ്ങനെ മയിൽപ്പീലിയൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ പൊന്നിൻ കിരീടമൊക്കെ വെച്ചിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് ഇങ്ങനെ അതിമനോഹരമായ ഭാവത്തിൽ ശംഖുചക്ര ഗദാപത്മധാരിയായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മളിന്ന് ഉച്ചപൂജ അലങ്കാരത്തിൽ കാണുന്നത് അല്ലേ. സശാൽ നാരായണ രൂപത്തിൽ ഇങ്ങനെ ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ആ പൊന്നിൻ തിളക്കത്തിൽ നമ്മളെയൊക്കെ സംരക്ഷിക്കാനായിട്ട്, നമ്മളെയൊക്കെ കാണാനായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ ഇന്ന് ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ ഒന്ന് കാണണ്ടേ. എന്തൊക്കെയാണല്ലേ, വീതി കൂടിയ അരമണിയൊക്കെ ഇട്ടേക്കണം അല്ലേ. അരമണിയുണ്ട്, കിങ്ങിണിയുണ്ട്, കാൽത്തളകളുണ്ട്, കാതിലെ വലിയൊരു കമ്മലുണ്ട് അല്ലേ. അങ്ങനെ ആ കാതിലെ കമ്മലുണ്ട്, നല്ല 2, 3, 4 മാലകൾ ഇട്ടിട്ടുണ്ട്, ഉണ്ടമാല വനമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി ആ ശംഖുചക്ര ഗദാ പത്മവുമായിട്ട് അതാ നിൽക്കുന്നു. തോൾവളകളും കൈവളകളൊക്കെ കുറേ ചാർത്തിക്കൊണ്ട് പൊന്നിൻ തിളക്കത്തിൽ, ആ രത്നത്തിൻ്റെയും വൈഡൂര്യത്തിൻ്റെയും ഒക്കെ തിളക്കത്തിൽ അതിമനോഹരമായ ഭാവത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ആ കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് നോക്കുന്നത് അല്ലേ. നിൽക്കുന്നത് നമ്മൾ കാണുന്നത് ഒന്ന് നോക്കൂ. ആ പൊന്നുണ്ണിക്കണ്ണനെ നിൽക്കുന്നതൊന്ന് എല്ലാവരും ഒന്ന് നോക്കുക അല്ലേ. ആ കണ്ണൻ ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന ആ മനോഹരമായ ഭാവത്തെ, ആ പൊന്നുണ്ണിക്കണ്ണനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. നല്ല ബട്ട കൊടുത്തിട്ടുണ്ട് അല്ലേ. കാൽത്തളകളൊക്കെ ഇങ്ങനെ നല്ല വീതി കൂടിയ കാൽത്തളകൾ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ആ അരമണി ഇങ്ങനെ വീതി കൂടി ചാർത്തിയിട്ടുണ്ട്. അതിമനോഹരമായിട്ട് ഉണ്ടമാലയും വനമാലയും തുളസി തെച്ചി താമര എന്നുള്ള അങ്ങനെയുള്ള ഭാവത്തിൽ അങ്ങനെയുള്ള മാലയൊക്കെ ഇട്ട് 2, 3 വനമാലയൊക്കെ ചാർത്തിക്കൊണ്ട് നല്ല അതിമനോഹരമായ സശാൽ പൊന്നു ഗുരുവായൂരപ്പൻ, പ്രപഞ്ച സൃഷ്ടാവായിട്ടുള്ള നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കാനായിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പൻ അതാ ഇന്ന് ശ്രീലകത്ത് നമ്മളെ കാണാനായിട്ട്
നമ്മളെ കാണാനായിട്ട് കാത്തു നിൽക്കുന്ന ആ മനോഹരമായ ആ ദിവ്യമായ ഭാവത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ആ ശ്രീലകത്തേക്ക് വരിക കേട്ടോ. ഭഗവാൻ ഇങ്ങനെ കാണുമ്പോൾ ആ തീർത്ഥക്കുളത്തിൽ നിന്ന് വരുന്ന അതിമനോഹരമായ ഒരു തണുത്ത കാറ്റ് അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ സാക്ഷാൽ ഭഗവാനെ തൊട്ട് തലോടിക്കൊണ്ട് ആ ഭഗവാനെ തൊട്ട് തഴുകിക്കൊണ്ട് ആ കാറ്റും ആ കർപ്പൂരത്തിന്റെ ഗന്ധവും ചന്ദനത്തിരിയും സാമ്പ്രാണിയും ഒക്കെ ആ ഗന്ധം, അതുപോലെ തുളസിയുടെയും ചന്ദനത്തിൻ്റെയും കളഭത്തിൻ്റെയും തുളസിയുടെയും താമര ഇതളുകളുടെയും ഒക്കെ അതിമനോഹരമായ ഗന്ധം നമ്മളിലേക്ക് ഇങ്ങനെ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങാണല്ലേ. നമ്മളിങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് ഭഗവാൻ അതാ, ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മളിങ്ങനെ കാത്തു രക്ഷിക്കാനായിട്ട് നമ്മളിങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നമ്മളെങ്ങനെ തലോടിക്കൊണ്ട് ആ കുളിർമേൽ നമ്മളിന്ന് ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണല്ലേ. കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൊന്നു ഭഗവാന്റെ പൊന്നു തൃപ്പാദത്തിൽ നമ്മുടെ സങ്കടങ്ങളും വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാ ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും വേവലാതികളും ഒക്കെ ആ പൊന്നു തൃപ്പാദങ്ങൾ നമ്മൾ മനസ്സർപ്പിക്കുകയാണല്ലേ. ആ പൊന്നു കണ്ണനിലേക്ക്, ആ പൊന്നു ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിങ്ങനെ അർപ്പിച്ചുകൊണ്ട് ആ പൊന്നു ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. നമുക്ക് ഓരോരുത്തർക്കും മനസ്സിങ്ങനെ നിറഞ്ഞിങ്ങനെ തുളുമ്പാണല്ലേ. ആ ഭഗവാന്റെ ആ നിത്യമായ സ്നേഹത്തിൽ നമ്മളിങ്ങനെ കണ്ണനിലേക്ക് അടുക്കുകയാണ്, ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ആ പൊന്നു ഭഗവാൻ, പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാ സങ്കടങ്ങളും വേദനകളും എല്ലാം ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ കണ്ണാ എന്നൊന്ന് വിളിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ആ ശ്രീലകത്ത് നിന്നുകൊണ്ട് എൻ്റെ കണ്ണാ എന്നൊന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഭഗവാന്റെ പൊന്നു തൃപ്പാദത്തിൽ നമ്മളിങ്ങനെ നമസ്കരിക്കുകയാണ് അല്ലേ. എല്ലാ വേദനകളും ആ പൊന്നു ഭഗവാനിലേക്ക് നമ്മൾ അർപ്പിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവരുടെ മനസ്സും എല്ലാവരും ഭഗവാനിലേക്ക് എത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഇന്ന് ഗുരുഭവനപുരിയിലേക്ക് എന്നോടൊപ്പം എത്തി എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യമായ ദർശനം എല്ലാവർക്കും കിട്ടട്ടെ. അതുപോലെ തന്നെ ആ ശ്രീലകത്ത് അതുപോലെ ഗുരുഭവനപുരി ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തെമ്പാടുമുള്ള രോഗികളായിട്ടുള്ള ആളുകളും വയ്യാതെ കിടക്കുന്ന ആളുകളും തീരെ കിടപ്പിലായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള രോഗാതുരതരായിട്ടുള്ള അതുപോലെ ബെഡ് റിഡനായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ എല്ലാവരെയും കാണുന്നുണ്ട്. ആ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും മനസ്സറിയുന്നുണ്ട്. എല്ലാവരുടെ ദുഃഖങ്ങൾക്കും വേദനകൾക്കും ശാന്തിയും സമാധാനം ഒക്കെ കൊടുക്കട്ടെ എന്ന് നമ്മളെല്ലാവരും മനസ്സുരുകിക്കൊണ്ട് ഉള്ളുരുകിക്കൊണ്ട് ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങൾ നമ്മുടെ വാക്കുകൾ നമസ്കരിക്കുകയാണ്. നമ്മളിങ്ങനെ ഭഗവാനെ അലിഞ്ഞു ചേരുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പൊന്നു ഗുരുവായൂരപ്പ നാരായണ നാരായണ. അഖില ഗുരു ശരണം. ഹരേ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ നാരായണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ നാരായണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്നോടൊപ്പം എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ്വര രാധേശ. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ്വര രാധേശ.